ചില മത നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ വിജാതീയരെന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ജനങ്ങളെ വിട്ട് പുറത്തുള്ള ആൾക്കാരല്ല, നമ്മളും അല്ല. സോ ബൈബിൾ കോണ്ടക്സ്റ്റിനകത്ത് വിജാതീയർ, ജാതികൾ എന്ന് പറയുന്നത് ഈ 2.5 ഗോത്രം അല്ലെങ്കിൽ യഹൂദ സാമ്രാജ്യം പോയിട്ട് ബാക്കി വരുന്ന ആൾക്കാരെയാണ്, ഔട്ട്കാസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും ജാതികളെന്ന് പറയുന്നത്. ഇനി മറ്റൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിതറിപ്പാർത്തിരിക്കുന്ന ജനം ഇവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി തമ്പടിച്ചിട്ടുണ്ട്. ഗോവയിലും കൊച്ചിയിലും ചെന്നൈയുടെ ചെറിയ ഏരിയകളിലെ താമരം പോലെയുള്ള ഏരിയകളിലൊക്കെ യഹൂദ വംശ പാരമ്പര്യത്തിലുള്ള, ഇസ്രായേൽ വംശ പാരമ്പര്യത്തിലുള്ള ആൾക്കാർ അന്ന് വന്ന് പാർത്തിരുന്നു. അപ്പോൾ ചിതറിപ്പാർത്ത ജനത്തിനകത്ത് പല രാജ്യത്തിൽ താമസിക്കുന്ന യഹൂദന്മാരുമുണ്ട്. അവരെയും ബൈബിളിൻ്റെ കോണ്ടക്സ്റ്റിനകത്ത് ജാതികളെന്നാണ് പറയുന്നത്, വിജാതീയരെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീസസ് വന്ന് പറയുന്നത് ഈ യഹൂദ സാമ്രാജ്യത്തിനകത്താണ്, യഹൂദ ഗോത്രത്തിനകത്താണ്. സോ ഈ ഗോത്രത്തിനകത്ത് വന്ന് പിറന്നത് കൊണ്ട് ജീസസിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു ആൾക്കാരുമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടാനായിട്ടുള്ള ഒരു പൗരത്വം ജീസസിന് ജന്മന ഉണ്ട്. പക്ഷേ ജീസസ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത് ഇവരുടെ ഇടയിൽ മാത്രമല്ല, ഈ ചിതറിപ്പാർക്കുന്ന ഗോത്രത്തിൻ്റെ അകത്തും മറ്റുള്ള ഗോത്രത്തിനകത്തും വിജാതീയരെന്ന് മുദ്രകുത്തിയിടും, പാപികളെന്ന് മുദ്രകുത്തിയ ഈ പാതാളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്കും ഇറങ്ങിച്ചെന്നാണ് ജീസസും ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് ജീസസ് പത്രോസിനെ മോൾഡ് ചെയ്തത് ഇത്തരത്തിൽ വിജാതീയരായ, ജാതികളായ യഹൂദന്മാർ മാത്രമല്ലാതെ മറ്റുള്ള ട്രൈബ്സിനടുത്തും പോയി ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് പത്രോസിനെയും സജ്ജമാക്കിയത്. പക്ഷേ പത്രോസ് അവിടെ നിന്ന് സ്കിപ്പായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ജീസസ് തൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരടുക്കൽ വിളിച്ചിട്ട് ഒരു ടാസ്ക് കൊടുത്തു, ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ, അവരുടെ അടുക്കിലേക്ക് പോയി നിങ്ങൾ എന്ത് ചെയ്യണം, ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞൊരു ടാസ്ക് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം ജീസസ് ഡിപ്പാർട്ട് ചെയ്ത് പോകാൻ സമയത്ത് ഒരു കമ്മീഷൻ കൊടുക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞത് ഇസ്രായേൽ ഗോത്രത്തിനകത്ത് ചിതറിപ്പാർക്കുന്ന, ബാക്കിയുള്ള ഈ ഗോത്രത്തിനകത്ത് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കൽ, യാക്കോബ് ഗൃഹത്തിലെ ആൾക്കാരുടെ അടുക്കലേക്കാണ് പോകാൻ പറഞ്ഞത്. ആ ജാതികളെന്ന് പറഞ്ഞാൽ അവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മളെയല്ല. സോ തോമസിൻ്റെ വിസിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ തോമസ് വന്നത് എവിടെയാ? ഇങ്ങനെ യഹൂദന്മാർ താമസിക്കുന്ന പോക്കറ്റുകളിലാണ് തോമസ് അപ്പോസ്തലൻ വന്ന് ശുശ്രൂഷ ചെയ്തത്. അവിടേക്ക് അദ്ദേഹം വന്നല്ലാതെ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യയിലെ ആൾക്കാരുടെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല.